ഒന്ന് ചിരിച്ചേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. ബ്രഹ്മയുഗ സിനിമയുടെ ഡീകോഡിംഗ് ചെയ്തേക്കുന്ന സമയത്ത് ഈ ഡീകോഡിംഗ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീഡിയോ ഒക്കെ വന്ന് കണ്ടോക്കാവുന്നതാണ്. ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 100% കറക്റ്റ് ആവുമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെയിൻ പോയിന്റുകൾ കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവും. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഈ സിനിമയിൽ എന്ത് സംഭവിക്കുന്നു, അർജുൻ അശോകന്റെ ക്യാരക്ടർ ആരാണ്, എന്താണ്, അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. ഇതെല്ലാം അങ്ങനെ തന്നെ വന്നിട്ടുള്ളൊരു കാര്യം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, പിന്നെ ഒരു ദിവസം പറയാം. കാരണം സിനിമയ്ക്ക് തന്നെ ഇറങ്ങട്ടെ, ഇപ്പോൾ ഹോട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കാല്ലേ. ഞാൻ ഇന്നലെ ബ്രഹ്മയുഗ സിനിമ കണ്ടുവന്നതിന് ശേഷം ഇന്ന് ഞാൻ വർക്കിന് കയറിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട്. അതായത് അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട് സോഷ്യൽ മീഡിയ ത്രൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കീവേഡ് റിസർച്ച് എന്നാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കീവേഡ്സുകൾ, സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കീവേഡുകൾ ഏതാണെന്ന് ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഞാൻ ആദ്യം കണ്ട പേര് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും. മമ്മൂട്ടി എന്ന് പറയുന്ന കീവേഡും ബ്രഹ്മയുഗം എന്ന് പറയുന്ന കീവേഡുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഫയർ ആയിക്കൊണ്ടിരിക്കുന്നത്. നാടാകെ മമ്മൂട്ടിമയാണ്. ബേസിക്കലി മമ്മൂട്ടി എന്ന് പറയുന്ന നടികരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരേ സമയത്ത് തന്നെ കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അതേസമയത്ത് തന്നെ ടർബോ ജോസായിട്ടും ഇവിടെ പുട്ടുറുമിസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആക്ടറാണ്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ഒരു സെക്കൻഡ് എൻട്രി ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സിനിമകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, വർഷങ്ങളോളം സിനിമ ചെയ്തേക്കുന്ന ഒരാളാണ്, 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സിനിമകളും സെലക്ഷൻസും ഇദ്ദേഹം നിന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്തും അത് പ്രകടിപ്പിക്കുന്ന സമയത്തും ചെയ്യുന്ന സമയത്തും അതിൻ്റെ മാർക്കറ്റിംഗ് രീതി, ഇങ്ങനെ മാർക്കറ്റ് ചെയ്തേക്കുന്ന ഒരു ആക്ടർ ഇതിന് മുമ്പ് ഉണ്ടായെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇടുന്ന ഡ്രസ്സ് മുതൽ എല്ലാ കാര്യങ്ങളും വലിയൊരു ട്രെൻഡിങ്ങിലോട്ട് എത്തുന്ന തരത്തിലാണ് മമ്മൂട്ടിയുടെ ഓരോ ഇൻ്റർവ്യൂസുകളും കാര്യങ്ങളെന്ന് പറയുന്നത്. ബ്രഹ്മയുഗ സിനിമയ്ക്കകത്തുള്ള ഇദ്ദേഹത്തിൻ്റെ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എന്നെ എന്തോരം ഹോണ്ട് ചെയ്തെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടുവന്നു കഴിഞ്ഞാൽ റിവ്യൂ കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നല്ല റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല രീതിക്ക് വ്യൂസ് ഒക്കെ കയറുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞാൻ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലിങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്കസ് ചെയ്യുമല്ലോ. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, നീ എന്തായാലും സിനിമ പോയി കാണണം, അവൻ എക്സാം കാര്യങ്ങളൊക്കെയാണ്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നീ എന്തായാലും പോയി കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വപ്നം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ രാത്രിയൊക്കെ നമ്മൾ സ്വപ്നം കാണുമല്ലോ. ഇന്നലെ ഞാൻ കണ്ടേക്കുന്ന സ്വപ്നം എന്താണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ സ്വപ്നത്തിൽ വന്നേക്കുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുമോൻ പോറ്റിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തള്ളല്ല, സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇന്നലെ എന്നെ ഈ ഒരു ക്യാരക്ടർ ഒരുപാട് ഹോണ്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അയാളോട് വന്നിട്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രേതമായിട്ട് വന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണേ. സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ ഞാൻ കിടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും എന്നെ ഒരുപാടധികം ഈ ക്യാരക്ടർ ഇങ്ങനെ നിന്നിങ്ങനെ പലതവണ ഇങ്ങനെ ചിന്തിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ചെയ്തു വെച്ചേക്കുന്നത്, എങ്ങനെയാണ് ബീങ് ആൻ ഇസ്ലാം, ഒരു മുസ്ലിമായിട്ട് ഇയാൾ എങ്ങനെയാണ് ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു സ്ലാങ്ങും ഒരു പോറ്റിയായിട്ട് തന്നെ എങ്ങനെയാണ് ഇയാൾ ജീവിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ബീങ് എ ഫാൻ ഓഫ് മോഹൻലാൽ, ഐ ബിക്കേം എ ഫാൻ ഓഫ് മമ്മൂട്ടി. അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി കണ്ടേക്കുന്ന സ്വപ്നത്തിൽ പോലും മമ്മൂട്ടിനെ ആയിരുന്നു കാണാൻ പറ്റിയായിരുന്നത്. മമ്മൂട്ടിനെ അല്ല, സോറി, പോറ്റിയെ ആയിരുന്നു കാണാൻ പറ്റിയായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചേക്കുന്ന ഒരു സിനിമയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ബ്രഹ്മയുഗം എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചേക്കുന്ന ഒരു പടം എന്നല്ല, ഇതിന് മുമ്പ് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. മമ്മൂട്ടിയാണ്, പേര് മമ്മൂട്ടിയാണ്, ഒറ്റ പേരാണ്, ഇദ്ദേഹം അടിപൊളിയാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ പോറ്റിയായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനൊരു ഇമ്പാക്റ്റ് തരുന്ന രീതിക്ക് ഇദ്ദേഹത്തിന് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം സിനിമ കണ്ടതിന് ശേഷം തന്നെയാണ്. സിനിമ കണ്ടതിന് ശേഷം എനിക്ക് അത്ര തോന്നിയിരുന്നില്ല. പിന്നെ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് നമുക്കിത് കറക്റ്റായിട്ട് തോന്നുന്നത്. കാരണം ഞാൻ മറ്റൊരു റിവ്യൂ കാണാണ്ട് മറ്റാരും അഭിപ്രായം കേൾക്കാണ്ട് ഡയറക്റ്റായിട്ട് വന്ന് റിവ്യൂ ഇട്ടായിരുന്നില്ലേ. ഞാൻ എല്ലാ റിവ്യൂസും ഞാൻ അങ്ങനെ തന്നെയാണ് ഇടാറുള്ളത്. അതിനുശേഷം ഞാൻ മറ്റ് റിവ്യൂസുകൾ കൂടി കാണുന്ന സമയത്തും മൊത്തത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ളത് കാണുന്ന സമയത്തും എല്ലാവർക്കും പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, മമ്മൂട്ടിയുടെ അഭിനയം, മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്ന പ്രകടനം, അദ്ദേഹത്തിൻ്റെ ചിരി, ഡയലോഗ് ഡെലിവറി, ഇരുത്തം, നടത്തം, ആ വടി കുത്തിപ്പിടിച്ചുള്ള ഒരു നിപ്പ്, കാര്യങ്ങളൊക്കെ സത്യത്തിൽ നമ്മളെ ഹോണ്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് സത്യം. അതായത് ഒരു ഡ്രാക്കുള പടം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഹോണ്ടിങ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ലിറ്ററലി ഒരു ഡ്രാക്കുള എന്ന് പറയുന്നത് ഹൊററിൻ്റെ എക്സ്ട്രീമാണ്. പക്ഷേ ആ ഒരു ക്യാൻവാസ് അല്ലെങ്കിലും ഇത് പാരലലി നമ്മളെ നന്നായിട്ട് പേടിപ്പിക്കാൻ പറ്റിക്കുന്നത്, നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചേക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. എന്നോട് കുറേയധികം ആൾക്കാർ ചോദിച്ചിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ആയതുകൊണ്ട് തന്നെ ബ്രോ ഇത് എങ്ങനെ ഉണ്ടാവും, തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചോദിച്ചായിരുന്നു. അന്ന് ഞാൻ എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞ കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എൻഗേജിങ് ആയിരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല. കാരണം ലിറ്ററലി ഞാനൊരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കണ്ടിട്ടില്ല, ഒരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
പക്ഷേ പടം കണ്ടതിന് ശേഷം എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, റിവ്യൂ കണ്ടതിന് ശേഷം കുറേ പേര് ചോദിച്ചായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. ബേസിക്കലി ഞാൻ പറയാം, കൂടി പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റ് കുറച്ച് ഡാർക്കാണ്. ബേസിക്കലി നമ്മൾ തിയേറ്ററിലോട്ട് കയറിയതിന് ശേഷം ഈ സിനിമ കാണുന്ന സമയത്ത് കുറച്ച് ഡാർക്കാണ്, കാരണം കാടിൻ്റെ ഉള്ളിലുള്ള സിനിമാറ്റൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഡാർക്ക് ആക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു നമ്മളതിനൊരു പേര് പറയും, ഞാൻ സയൻറ്റിഫിക് പേര് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മൾ വെളിച്ചത്തിൽ നിന്ന് അകത്തോട്ട് കയറുന്ന സമയത്ത്, തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു ഇരുട്ട് ഫീലിംഗ് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് അതായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു 3 മിനിറ്റ് സമയം നമുക്ക് കുറച്ച് ഇരുട്ട് മറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കംപ്ലീറ്റ് സെറ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തുള്ള ക്വാളിറ്റി, വിഷ്വൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോയുടെ ക്വാളിറ്റി ആണെങ്കിലും, എസ്പെഷ്യലി ഇതിനകത്ത് എടുത്തു വെച്ചേക്കുന്ന ഓരോ ഷോട്ടിൻ്റെ ഭംഗിയാണെങ്കിലും, ഇതിനകത്ത് മഴ പെയ്യുന്ന സീനൊക്കെ ഉണ്ട്. ഇതിനെ ഓടുമേക്കിങ്ങനെ മഴ പെയ്യുന്ന സീനുണ്ട്. എൻ്റെ പഴയ ഓടുവീടായിരുന്നു, പണ്ട് ഓടുവീടായിരുന്നു. ഈ ഒരു ഇല്ലം പോലെ ഇത്രയും വലുതല്ലെങ്കിലും ഒരു വലിയ വീടിനായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ കിടക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. അതായത് ഈ മഴ ഇങ്ങനെ ഓടുമേക്ക് വെള്ളം വീഴുന്ന സമയത്തുള്ള ഒച്ചയടക്കം എല്ലാം ഭയങ്കര ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം ഇതിനു മുമ്പ് മമ്മൂക്കയുടെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷേ എന്നെ പേഴ്സണലി ഇത്രയധികം ഹോണ്ട് ചെയ്തേക്കുന്ന, ഇത്രയധികം ഓർമ്മിപ്പിക്കുന്ന, മേ ബി ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയതുകൊണ്ടായിരിക്കും. കാരണം ഇത്രയും നാളെല്ലാം കളർ പടം വന്നേക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കണ്ടേക്കുന്ന എല്ലാവർക്കും ഇത് മറക്കാൻ പറ്റാത്തൊരു സിനിമയായിട്ട് മാറിയിട്ടുണ്ടാവാം. പക്ഷേ എസ്പെഷ്യലി മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തിയേറ്ററിക്കൽ അനുഭവമായിരുന്നു. അത് വീണ്ടും വീണ്ടും കാണാനായിട്ട് പിന്നെയും തോന്നിപ്പിക്കുക എന്നുള്ളതിനാണ് സത്യം. ഇന്നും എനിക്ക് ആ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് വീണ്ടും പോയി കാണാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ കാണാമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അർജുൻ അശോകിൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അർജുൻ അശോകിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എടുത്ത് പറയാതെ പറ്റില്ല. ഞാൻ ഇന്നലെ പെട്ടെന്ന് റിവ്യൂ ചെയ്ത സമയത്ത് പറയാൻ വിട്ടായിരുന്നൊരു കാര്യമായിരുന്നു അർജുൻ അശോകിൻ്റെ ക്യാരക്ടറൈസേഷനെ കുറിച്ച്. ഈ സിനിമയുടെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പിന്നീട് കൊണ്ടുപോകുന്ന ഒരാളാരെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അർജുൻ അശോകിൻ്റെ ക്യാരക്ടറാണ്. ചില സമയങ്ങളിൽ ഈ ഒരു പകിട കളിക്കുന്ന സമയത്ത് പോലും ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് ഈ സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന രീതിക്ക് ആദ്യം മമ്മൂട്ടി ഇദ്ദേഹത്തിൻ്റെ ഒരു പണി കൊടുക്കുന്ന സമയത്ത് തിരിച്ച് മമ്മൂട്ടിക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കുന്നത് ശരിക്കും ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്, അർജുൻ അശോകിൻ്റെ ക്യാരക്ടറാണ്. അതായത് അത്രയും നന്നായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ കുറിച്ച് പറയാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം പാട്ട് പാടുന്ന സമയത്താണെങ്കിലും ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്. ചന്തയിൽ നിന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. കൂടെ സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റഗ്ഡ് ലുക്ക് ആണെങ്കിലും, ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലുക്ക് ആണെങ്കിലും, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും, എനിവേസ് ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ദി വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി ആൻഡ് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിൻ്റെ വിഷൻ തന്നെയാണ് ഈ സിനിമയെ ഈ ലെവലിലോട്ട് എത്തിച്ചെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഭൂതകാലാണെങ്കിലും ഒരു ഗംഭീര സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീമാണ് ശരിക്കും പ്രമേയം എന്ന് പറയുന്നത്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും 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 പറയാണ്. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഓൺ തിയേറ്റർ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിനിമ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം മമ്മൂട്ടിയുടെ നടിപ്പിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ താഴ്ന്നു കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലേക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾസോ സൈനിങ് ഔട്ട്. ബൈ.